കയ്യില് കൊറേ ഇതെന്ത് എന്താണ് സ്റ്റൈലാണ് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഈ വിളയി എല്ലാം ഉണ്ടെന്ന് ഈ വിളയി അടക്കമുണ്ട്, 7 ചക്രയുണ്ട്. ഇതൊരു ക്ലൻസിങ് പ്രോസസ് എന്നുള്ള നിലയിൽ, നമ്മുടെ ഓവറാ ക്ലൻസിങ് എന്നുള്ള നിലയിൽ ഞാൻ കുറച്ച് വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു സാധനമാണ്. പിന്നെ ആക്ടിംഗ് എന്നൊക്കെ പറയുന്നത് ഒരു ഇൻബോൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്കത് പഠിച്ച് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ആക്ടിങ് പഠിപ്പിക്കാൻ പറ്റില്ല. ആക്ച്വലി ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ഒരു ട്രെയിൻഡ് ആക്ടർ ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റീസ് നമുക്ക് മനസ്സിലാവാൻ പറ്റും. നമുക്ക് എത്രത്തോളം പോകാൻ പറ്റും, നമുക്ക് എവിടെ പിടിക്കാൻ പറ്റും, എവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ആക്ടിങ്ങിൽ ഒരു കൺട്രോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേ ഉള്ളൂ, അല്ലാതെ നമുക്ക് ആക്ടിങ് പഠിപ്പിക്കാൻ പറ്റില്ല. ഒരു കഥ കേട്ടപ്പോൾ ഭയങ്കര അട്രാക്ഷൻ തോന്നിയായിരുന്നോ? തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഇത് ഈ സിനിമ ഒരു ജെറി എന്നുള്ള ആളാണെങ്കിൽ പോലും റെപ്രസെന്റേഷൻ ഓഫ് എ കോമൺ മാൻ ആണ്. ആ ജെറി എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. അത് ആ പ്ലേസിലേക്ക് ആരെയും പ്ലേസ് ചെയ്യാൻ പറ്റും. ഈ കാണുന്ന ഓരോരുത്തർക്കും ആ പ്ലേസിൽ നിന്ന് ചിന്തിക്കാൻ പറ്റും. ഈ ഏറ്റവും കൂടുതൽ ചെയ്യാൻ താല്പര്യം ഇമോഷൻ ആണോ കോമഡി ആണോ? ഞാൻ അങ്ങനെ എനിക്ക് മനസ്സിലാക്കിയ സ്ഥിതിക്ക് എൻ്റെ PhD തീസിസ് എന്ന് പറഞ്ഞാൽ പ്രസന്റേഷൻ ഓഫ് എ ക്യാരക്ടർ ഇൻ വേരിയസ് സ്റ്റൈൽസ് ഓഫ് പ്ലേസ് പ്രിപ്പയറിംഗ് ആൻ ആക്ടേഴ്സ് മാനിഫെസ്റ്റോ എന്നാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ജോണറും ഒരു ആക്ടർ ചെയ്യാൻ പ്രിപ്പയർ ആയിരിക്കണം എന്നാണ് എന്റെ കൺക്ലൂഷൻ. നാച്ചുറൽ ആക്ടിങ്ങും മെത്തേഡ് ആക്ടിങ് എന്ന് പറഞ്ഞിട്ടും ഇതിപ്പോ നമ്മുടെ മലയാളം ഇൻഡസ്ട്രി തന്നെ പല ആക്ടേഴ്സിനും തമ്മിലും കമ്പയർ ചെയ്യാറ്. ഒരാൾക്ക് നാച്ചുറൽ ആക്ടിങ് ആണ്, ഒരാൾക്ക് മെത്തേഡ് ആക്ടിങ് ആണ്. ശരിക്കും അങ്ങനത്തെ ഒരു പ്രോസസ്സിങ് ഉണ്ടോ? ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പോൾ നാച്ചുറൽ ആക്ടിങ് എന്നുള്ള സാധനം അത് ആവശ്യപ്പെടുന്ന സ്ഥലത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. മെത്തേഡ് ആക്ടിങ് എന്നുള്ള സാധനം നമുക്ക് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ വടക്കൻ വീരകഥയിൽ മമ്മൂട്ടി ചെയ്ത പോലത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ നമുക്ക് നാച്ചുറൽ ആക്ടിങ് പിടിക്കാൻ പറ്റുമോ? ഇറ്റ്സ് ഡിമാൻഡ്സ്, സ്റ്റോറി ഡിമാൻഡ്സ്, ക്യാരക്ടർ ഡിമാൻഡ്സ്. അപ്പൊ അതനുസരിച്ച് നമ്മൾ ഓരോ ഭാഗത്തും പ്ലേസ് ചെയ്യാൻ പറ്റണം. അപ്പൊ അത് മെത്തേഡ് ആക്ടിങ് എന്നോ അല്ലെങ്കിൽ നാച്ചുറൽ ആക്ടിങ് എന്നുള്ള വേർതിരിവ് വേണ്ട. ആ സബ്ജക്റ്റ്, ആ ക്യാരക്ടർ ഏത് സ്റ്റൈലിൽ ഡിമാൻഡ് ചെയ്യുന്നു അത് കൊടുക്കാൻ ഒരു ആക്ടർ ബാധ്യസ്ഥനായിരിക്കണം എന്നേ പറയുന്നു. ഹലോ എവരിവൺ, വെൽക്കം ടു മാപ്സ്റ്റെക് മീഡിയ. അപ്പൊ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ജെറിയുടെ ആൺമക്കൾ എന്ന് പറയുന്ന സിനിമയിലെ ഹീറോ ആണ് ഡോക്ടർ സുരേഷ് പ്രേം. ഡോക്ടർ എന്ന് പറയുമ്പോൾ വെറും ഒരു ഡോക്ടർ അല്ല, ആക്ടിങ്ങില് PhD എടുത്ത ആള്. എന്തുകൊണ്ട് ഈ ആക്ടിങ്ങില് PhD എടുക്കാനുള്ള തീരുമാനം എടുത്തത്? ആക്ടിങ് ഭയങ്കര പാഷനാണ്, തിയേറ്ററും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ ഡിഗ്രി ചെയ്ത സമയത്ത് അതിൽ അപ്ഗ്രേഡ് ചെയ്ത് പോകണമെന്നുള്ളൊരു ഭയങ്കര പാഷനായിട്ട് തുടങ്ങി. പിന്നെ ഒരിക്കലും നമ്മൾ ഒന്നിന്റെയും മാസ്റ്റർ ആവില്ലല്ലോ. നമ്മൾ കുറേശ്ശെ മനസ്സിലാക്കി വന്നപ്പോഴേക്കും ഭയങ്കര ക്യൂരിയോസിറ്റി കൂടി. പക്ഷെ ഈ ഇപ്പൊ ആക്ടിംഗ് എന്നൊക്കെ പറയുന്നത് ഒരു ഇൻബോൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്കത് പഠിച്ച് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ആക്ടിങ് പഠിപ്പിക്കാൻ പറ്റില്ല. ആക്ച്വലി ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ഒരു ട്രെയിൻഡ് ആക്ടർ ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റീസ് നമുക്ക് മനസ്സിലാവാൻ പറ്റും. നമുക്ക് എത്രത്തോളം പോകാൻ പറ്റും, നമുക്ക് എവിടെ പിടിക്കാൻ പറ്റും, എവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ആക്ടിങ്ങിൽ ഒരു കൺട്രോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേ ഉള്ളൂ, അല്ലാതെ നമുക്ക് ആക്ടിങ് പഠിപ്പിക്കാൻ പറ്റില്ല. ശരിക്കും ഈ PhD ഇൻ ആക്ടിങ് ഒക്കെ ഭയങ്കര കുറവാണല്ലോ. അപ്പോ ലൈക്ക് അത് എടുക്കാനുള്ള എന്തുകൊണ്ടാണ്? ഈ മാസ്റ്റേഴ്സ് എടുക്കണം എന്നുള്ള ഒരു റീസൺ കൊണ്ട് മാത്രമാണോ, അത് വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അല്ല, റീസൺ ഒന്നുമില്ല. ശരിക്കും പാഷനേറ്റ് തന്നെയാണ്. കാരണം സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു സബ്ജക്റ്റിലെ ഏറ്റവും എക്സ്ട്രീം എന്നുള്ളത് എന്റെ PhD ആണ്. അപ്പൊ ഞാൻ പഠിച്ച സബ്ജക്റ്റിന്റെ PhD ആണ് ഏറ്റവും എക്സ്ട്രീം. അപ്പൊ അത് കഴിഞ്ഞ് പോയാൽ എന്താവും എന്നുള്ള മനസ്സിലാക്കി PhD വന്നു നിന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളെ ഈ പല ടൈപ്പിലും പാഷൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് പഠിച്ചിട്ട് അതിന്റെ ഒരു എക്സ്ട്രീമായ പഠിച്ച് നേടുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് അത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം. ഇപ്പൊ ജെറിയുടെ ആൺമക്കൾ എന്ന് പറയുന്ന സിനിമയില് ഹീറോ ആണ്. അപ്പൊ അതിലേക്ക് എങ്ങനെ വരുന്നത്? അതിലേക്ക് വരുന്നത് ഇപ്പൊ ഇതിലെ ഡയറക്ടറെ ഞാൻ അവിചാരിതമായി പരിചയപ്പെടുന്നു. ഡയറക്ടറായിട്ട് പുള്ളി ഒരു സിനിമ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ സൗഹൃദത്തിന്റെ പേരിൽ ഇങ്ങനെ സംസാരിച്ചു വന്ന പുള്ളി ചെയ്യാൻ പോകുന്ന സിനിമയെ കുറിച്ച് പറഞ്ഞു. ഇതാണ് ക്യാരക്ടർ എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും ആക്ടിങ് പഠിച്ചതൊക്കെ കൊണ്ട് ഞാൻ ഈ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അതിൽ ക്യാരക്ടർ ഇൻപുട്ടർ എന്നുള്ളതിൽ ഞാൻ പറഞ്ഞു അയാളുടെ ഇമോഷൻസ് ഇങ്ങനെയൊക്കെ ആയിരിക്കില്ലേ എന്നുള്ള ചില സജഷൻസ് ഒക്കെ ചോദിച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങളിപ്പോൾ പടം ചെയ്യാൻ പോലെ അതൊരു ചെറിയൊരു വേഷം എനിക്ക് തരില്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും ജിജോ തന്നെ എന്നെ വിളിച്ചു. പിന്നെ നമ്മൾ സംസാരിച്ചു. കുറേ ദിവസം നമ്മളിങ്ങനെ സംസാരിക്കാമായിരുന്നു. പുള്ളിയുടെ സിനിമയെക്കുറിച്ചുള്ള പുള്ളിയുടെ അംബീഷനും എൻ്റെ അംബീഷനിലേക്ക് സംസാരിച്ചു. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊന്ന് കാണണം, പേഴ്സണലി കാണണം.
അപ്പോൾ ഇവിടെ കാണാം, ചൈത്രത്തിൽ കാണാം. ചൈത്രത്തിൽ കണ്ടു, അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ സംസാരിച്ചിട്ട് വന്നു, എൻ്റെ ജെറിയാവാൻ നിങ്ങൾക്ക് പറ്റുമില്ല. അപ്പം ഞാൻ ഈ സമയം ഒരു 2 മാസത്തോളം ഞാൻ ജെറിയായിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പം അപ്പം ഞാൻ പറഞ്ഞു, ജിജോ നിങ്ങളിപ്പോൾ ചെയ്യുന്നത് പുതിയ ഫിലിമല്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഫസ്റ്റ് ഫിലിമല്ലേ, നിങ്ങളൊരു സ്റ്റാറിനെ വെച്ച് ചെയ്യുന്നതല്ലേ നല്ലത്. അപ്പോൾ ജിജോ എന്നോട് പറഞ്ഞ മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ജെറിയെ അറിയാം, അപ്പോൾ ആ ജെറി ക്യാരക്ടറിനെ നിങ്ങൾക്ക് ക്യാരി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ ചെയ്യുന്നത്. അപ്പം ഞാൻ നിങ്ങളുടെ തീരുമാനം സ്ട്രോങ് ആണ്. സ്ട്രോങ് ആണ്. അപ്പോൾ എന്നിട്ടാണ് സ്ക്രിപ്റ്റ് തരുന്നത്. ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്ക് ചെയ്യാനുള്ള ഉണ്ട്. അപ്പം ജിജോയ്ക്ക് ഒരു ഇതുണ്ടായിരുന്നു, ട്രെയിൻഡ് ഒരു ആക്ടർ വേണമെന്ന്. അപ്പോൾ ഈ ജെറിയുടെ ആൺമക്കൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു ക്യാരക്ടറിനെ പറ്റി കേൾക്കാനും കുറച്ചുകൂടെ ഒരു ക്യാരക്ടറിനെ പറ്റി പറയാമോ? എന്താണ് ശരിക്കും ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറേ ഗ്യാപ്പിന് ശേഷം നാട്ടിലേക്ക് വൈഫിന്റെയും പിള്ളേരുടെ അടുത്തേക്ക് വരുന്ന ഒരു ക്യാരക്ടറാണ് ഈ ജെറി. ഈ ജെറി അവിടെ മുതൽ ജെറിയുടെ ട്രാവലിന്റെ ഒപ്പമാണ്, ജെറിയുടെ മാനസികമായ ട്രാവലാണ് ഈ സിനിമ. അയാൾ അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് സിനിമയുടെ ഇമോഷൻ. അയാൾ ക്രൈസിസിലൂടെയാണ് പോകുന്നുണ്ടെങ്കിൽ സിനിമയും ക്രൈസിസിലാണ്. അയാൾ ഫണ്ണിലൂടെയാണ് പോകുന്നുണ്ടെങ്കിൽ സിനിമയും ഫണ്ണിലാണ്. അയാൾ ഭീകരമായ മെന്റൽ ട്രോമയിലാണ് പോകുന്നതെങ്കിൽ സിനിമയും ട്രോമയിലാണ്. അങ്ങനെയാണ് സിനിമയുടെ പോക്ക്. പക്ഷെ എന്നാൽ ഇതിനകത്ത് വരുന്ന ക്യാരക്ടേഴ്സിന്റെ ഇൻഡിവിജ്വാലിറ്റിയും ആ ക്യാരക്ടേഴ്സിന്റെ ഓരോരുത്തരുടെയും ഐഡന്റിറ്റിയും ഭയങ്കര ഹ്യൂജാണ്. അപ്പോൾ വൈഫിന്റെ ക്യാരക്ടർ ചെയ്യുന്ന ക്ലാരയുടെ ക്യാരക്ടർ, അത് ഈ ജെറിയുടെ ക്യാരക്ടറിനോളം പ്രാധാന്യം ആ ക്യാരക്ടറിനുണ്ട്. അത്രയും ഹ്യൂജാണ് ആ ക്യാരക്ടർ. അതുകൊണ്ട് ഇതൊരു സിനിമ എന്നുള്ള നിലയിൽ ഇപ്പോൾ ഒരു നമ്മളെയൊക്കെ പോലുള്ള ആൾക്കാർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഈ സിനിമയെ നിങ്ങൾ അണ്ടർഗ്രേഡ് ചെയ്ത് കാണരുത് എന്ന് എനിക്ക് റിക്വസ്റ്റാണ്. കഴിയുമെങ്കിൽ നിങ്ങൾ ഈ സിനിമയെ നല്ല ഒരു സിനിമ എന്നുള്ള നിലയിൽ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് ചെറിയ ആക്ടേഴ്സോ വാല്യൂ ഇല്ലാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും. പക്ഷെ സിനിമ ആണെന്ന് നിങ്ങൾക്ക് തോന്നില്ല കേട്ടോ, അത് ഞാൻ പറയുന്നു. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം, ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രവാസ ജീവിതമാണ്. നമ്മുടെ മലയാളീസിന് പലപ്പോഴും മിക്ക മലയാളീസിനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവം. കാരണം ഇപ്പോൾ നമ്മുടെ സംഭവം പ്രവാസി എന്ന് പറയുന്നത് കൂടുതലും അബ്രോഡ്, ഇപ്പൊ ഗൾഫ് കൺട്രീസിൽ പോയിട്ട് ജോലി ചെയ്യുന്നവരാണ്. പക്ഷെ അത് കൂടാണ്ട് ഇപ്പൊ കുട്ടികൾ, ഇപ്പൊ യങ്സ്റ്റേഴ്സ് അടക്കം വീടും ഇതെല്ലാം വിട്ടിട്ട് പുറത്തു പോയിട്ട് ജോലി ചെയ്യുവാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് പേർക്ക് ഈ ഒരു ബോണ്ടിങ്ങിന്റെയും ഈ പാരന്റിങ്ങിന്റെ ഇഷ്യൂസും ആ വിട്ടു നിൽക്കുന്നതിന്റെ ഇഷ്യൂസും എങ്ങനെ, അപ്പൊ ആ ഒരു കഥ കേട്ടപ്പോ ഭയങ്കര അട്രാക്ഷൻ തോന്നിയായിരുന്നോ? തീർച്ചയായിട്ടും. കാരണം ഈ സിനിമ ഒരു ജെറി എന്നുള്ള ആളാണെങ്കിൽ പോലും റെപ്രസെന്റേഷൻ ഓഫ് എ കോമൺ മാൻ ആണ്. ആ ജെറി എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. അത് ആ പ്ലേസിലേക്ക് ആരെയും പ്ലേസ് ചെയ്യാൻ പറ്റും. ഈ കാണുന്ന ഓരോരുത്തർക്കും ആ പ്ലേസിൽ നിന്ന് ചിന്തിക്കാൻ പറ്റും. ഈ സിറ്റുവേഷൻ എനിക്കും പറ്റിയിട്ടുണ്ടല്ലോ, ഈ സിറ്റുവേഷനിലൂടെ ഞാനും കടന്നു പോയിട്ടുണ്ടല്ലോ എന്ന് തോന്നിപ്പോകും, സ്വാഭാവികമായിട്ടും തോന്നിപ്പോകും. ആ ഇമോഷൻ, നമുക്ക് ഒരാളുടെ ഇമോഷൻ ഉണ്ടാക്കാം. ഇപ്പൊ അഭിനയിക്കുന്ന സമയത്താണെങ്കിലും ആ ഇമോഷൻ നമ്മൾ ഏറ്റെടുക്കണത്, നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ക്യാരക്ടറിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിന് എന്തൊക്കെ പ്രിപ്പറേഷൻ എടുക്കാറുണ്ട്? പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് ഫുൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ സിനിമ ക്യാരക്ടറിന്റെ ഒരു ജോണറും ആ ക്യാരക്ടറിന്റെ ഡൈനാമിക്സ് നമുക്ക് മനസ്സിലാവും. ഫുൾ സ്ക്രിപ്റ്റ് ഉണ്ട്. കാരണം അതിന്റെ സ്റ്റാർട്ട് എന്താണ്, അതിന്റെ ഹൈപ്പ് എവിടെയാണ്, അതിന്റെ ഇമോഷൻസിന്റെ ട്രാവൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇമോഷൻസ് ഏതൊക്കെ സ്ഥലത്തിലൂടെ ആ ക്യാരക്ടറിന്റെ ഇമോഷൻസ് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ധാരണ ഓൾറെഡി വന്നു കഴിഞ്ഞു. പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാരക്ടർ നമ്മളാണോ എന്ന് ചിന്തിക്കുന്നു. അപ്പം നമ്മളായിട്ട് ബന്ധമില്ലാത്ത ഒരാളാണെങ്കിൽ വെളിയിലുള്ള ഒരാളെ നമ്മൾ നോക്കുന്നു. അങ്ങനെ വെളിയിൽ ഈ ക്യാരക്ടറായിട്ട് ബന്ധപ്പെട്ട വെളിയിലുള്ള ആളുമായിട്ട് ആരെങ്കിലും ഉണ്ടോ, സാമ്യമുണ്ടോ? അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളുടെ ഡാറ്റാ ബാങ്കിനകത്ത് നമ്മൾ ഒബ്സർവ് ചെയ്തിരിക്കുന്ന ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഡാറ്റ നമ്മളിൽ ഉണ്ടാവും. ആ ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള ഇമോഷൻസ് നമ്മൾ ഡാറ്റയിലുണ്ടെങ്കിൽ നമ്മൾ ഡാറ്റയായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് റീക്രിയേറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഡയറക്ടേഴ്സിന്റെ സ്വാഭാവികമായിട്ടും വാലിഡ് ആയിട്ടുള്ള ഇൻപുട്ട് കിട്ടും. അതുകൂടെ ആകുമ്പോഴേക്കും അദ്ദേഹത്തിന് എന്താ വേണ്ടെന്നുള്ള കാര്യം നമുക്ക് പെട്ടെന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റും. അത് കൊടുക്കുന്നു. അപ്പൊ അത് പോരാൻ തോന്നിക്കഴിഞ്ഞാൽ കട്ട് പറഞ്ഞിട്ട് റീഷൂട്ടിങ്, അപ്പൊ റീടേക്ക് എടുക്കുമ്പോൾ പുള്ളിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വീണ്ടും പറഞ്ഞിരുന്നു. അപ്പൊ ആത്യന്തികമായി ഡയറക്ടേഴ്സ് ഇതാണ് സിനിമ. അപ്പൊ ഡയറക്ടർക്ക് ആവശ്യമുള്ള സാധനം നമ്മൾ കൊടുത്തു കഴിയുമ്പോഴേക്കും അയാൾ ഹാപ്പിയാണ്. എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും അദ്ദേഹം ഹാപ്പി ആയിരിക്കും. ആ ഹാപ്പിനെസ് നമ്മളുടെ ആർട്ടിസ്റ്റിനടുത്ത് ഷെയർ ചെയ്യാതിരിക്കാം, വാട്ടെവർ മേ ബി. അതുകൊണ്ട് അങ്ങനെയാണ് ഒരു ക്യാരക്ടർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് എപ്പോഴും നമ്മുടെ എക്സ്പീരിയൻസ് എന്നുള്ള സാധനം നമ്മുടെ ആക്ടിങ്ങിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. നമുക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സിലോട്ട് നമ്മുടെ എക്സ്പീരിയൻസുകൾ ഭയങ്കര ഗുണമാവും. നമ്മൾ പിന്നെ ഈ പറഞ്ഞ കണ്ണും കാതും തുറന്നിരിക്കുന്ന ഒരു ആക്ടറുടെ ഒബ്സർവേഷൻ പവർ തന്നെയാണ് റീക്രിയേഷൻ ഓഫ് ക്യാരക്ടർ എന്നുള്ള സാധനം. ഈ ഏറ്റവും കൂടുതൽ ചെയ്യാൻ താല്പര്യം ഇമോഷൻ ആണോ, കോമഡി ആണോ, അങ്ങനെ എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യണം? ഞാൻ അങ്ങനെ എനിക്ക് മനസ്സിലാക്കിയ സ്ഥിതിക്ക് എൻ്റെ PhD തീസിസ് എന്ന് പറഞ്ഞാൽ presentation of a character in various styles of plays, preparing an actor's manifesto എന്നാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ജോണറും ഒരു ആക്ടർ ചെയ്യാൻ പ്രിപ്പയർ ആയിരിക്കണം
എന്നാണ് എന്റെ കൺക്ലൂഷൻ. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടുന്നത് കോമഡിയാണോ, അയ്യോ എനിക്ക് പറ്റാത്ത സാധനമാണ്, എനിക്ക് കിട്ടുന്നത് നെഗറ്റീവ് ആണോ, അയ്യോ എനിക്ക് പറ്റില്ല, അങ്ങനെ മാറരുത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ആ ക്യാരക്ടർ ചെയ്യാനും നമ്മൾ തയ്യാറായിരിക്കണം, നമ്മൾ ചെയ്യുകയും വേണം. പിന്നെ അതിന്റെ ജയപരാജയങ്ങൾ ആഫ്റ്റർ. ഞാനിങ്ങനെ സംസാരിക്കുമ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് കയ്യില് കുറെ സ്റ്റൈലാണ് എല്ലാവരും ചോദിക്കുന്നത്. ഈ വിളയി എല്ലാം ഉണ്ടെന്ന്. ഈ വിളയി അടക്കമുണ്ട്, ഈ വിളയി അടക്കമുണ്ട്, 7 ചക്രയുണ്ട്. ഇതൊരു ക്ലൻസിങ് പ്രോസസ്സ് എന്നുള്ള നിലയിൽ, നമ്മുടെ ഓറ ക്ലൻസിങ് എന്നുള്ള നിലയിൽ ഞാൻ കുറച്ച് വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു സാധനമാണ്. പിന്നെ ഇതില് നമ്മളിങ്ങനെ ഇട്ടിരിക്കുന്ന സമയത്ത് ഞാൻ അപ്പൊ ചോദിക്കും ഇത്രയും നമ്പേഴ്സ് ഇട്ടിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സ്വാഭാവികമായിട്ടും എല്ലാവരും സെന്റർ ഓഫ് അട്രാക്ഷൻ ആഗ്രഹിക്കുന്നവരാണല്ലോ ആക്ടേഴ്സ്. അപ്പോൾ എന്തുകൊണ്ടാണ് ചോദിച്ചു എന്നുള്ള സാധനം വന്നില്ല, ചോദിക്കാൻ വേണ്ടി ഒരു മോട്ടിവേഷൻ കൊടുക്കുക, അത്രേ ഉള്ളൂ. എന്നാലും ഇതിന്റെ ബിഹൈൻഡ് എന്തെങ്കിലും സയൻസും കൂടെ അറിഞ്ഞിട്ടാണ്. സയൻസ് ഒന്നും ഞാൻ അങ്ങനെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ല, നോക്കേണ്ട ആവശ്യം തോന്നിയില്ല. പക്ഷെ ഇതിൽ വേറെ എന്തൊക്കെയോ ചില പോസിറ്റീവ് ക്ലൻസിങ് എന്നുള്ള സാധനം, ഓറ ക്ലൻസിങ് എന്നുള്ള സാധനം പറഞ്ഞുകൊണ്ട്. പിന്നെ ഞാൻ യോഗ ചെയ്യുന്ന ആളാണ്. അപ്പൊ എനിക്ക് യോഗ ഭയങ്കര, എൻ്റെ ഒരു PG തന്നെ യോഗയിലാണ്, PG ഡിപ്ലോമ യോഗയിലാണ്. അപ്പം അത് പഠിച്ചു വന്ന സമയത്ത് യോഗ എന്നുള്ള സാധനം എൻ്റെ ബോഡിയിലും എൻ്റെ ഇതിനൊക്കെ ഭയങ്കര ആക്ടിങ്ങിൽ തന്നെ ഞാൻ യോഗ എങ്ങനെ ബ്ലെൻഡ് ചെയ്യാമെന്ന് ആലോചിച്ച് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിലേക്കൊക്കെ എത്തപ്പെടും. ഞാനും കേട്ടിട്ടുണ്ട് യോഗ എന്ന് പറയുമ്പോൾ തന്നെ ഒരു മെന്റൽ പീസിന് ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ ആണെന്ന്. അപ്പോ സംഭവം അങ്ങനെയാണെങ്കിലും പലപ്പോഴും ആൾക്കാര് ഐ തിങ്ക് മോർ ഓവർ നമ്മുടെ കുറച്ച് ഫോറിനേഴ്സിനാണ് യോഗേനോട് കൂടുതൽ താല്പര്യം. നമ്മുടെ ഇവിടെ ഉള്ളവർക്ക് കൂടുതലും ആ യോഗേനോട് ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ശരിയാണ്? അല്ല, എന്തുകൊണ്ടാണ് ഫോറിനേഴ്സിന് യോഗയോട് താല്പര്യം വരുന്നത്? കാരണം അവർ ചെയ്യാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് അവർ ആദ്യം സ്റ്റഡി ചെയ്യും. അവർ സ്റ്റഡി ചെയ്യുമ്പോൾ അതിൽ പ്ലസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യൂ. അപ്പോൾ യോഗ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ പ്ലസ് ഉണ്ടെങ്കിൽ. നമ്മളുടെ ഇവിടുത്തെ നാട്ടിലുള്ള ആൾക്കാരുടെ പ്രത്യേകത ഉണ്ട്, അവരാരും നമ്മൾ ചെയ്യുന്ന സാധനത്തിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ ശ്രമിക്കാറില്ല. അപ്പോൾ വളരെ കുറച്ച് പേര് ചെയ്യുന്നുണ്ട്, ചെയ്യുന്നില്ല എന്നല്ല. അപ്പം നമ്മൾ സ്റ്റഡി ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്കും അതിന്റെ പോസിറ്റിവിറ്റി നമ്മളെപ്പോഴും 1ാം ക്ലാസ് പോലെ അല്ലല്ലോ 10ാം ക്ലാസ് വരുമ്പോഴേക്കും അതിന്റെ IQ ലെവൽ ഭയങ്കരമായിട്ട് മാറും. അതുപോലെ തന്നെയാണ് ഓരോ വിഷയത്തെക്കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്ത് വരുമ്പോഴേക്കും അതിന്റെ പോസിറ്റീവ് സൈഡും അതിന്റെ ഇമ്പാക്റ്റുകളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഇത് ഹ്യൂജ് ആണ്. കാരണം നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാണ് യോഗ. അത് വിദേശികൾ പഠിച്ചു വന്നപ്പോഴേക്കും അവർക്ക് മനസ്സിലായി യോഗയുടെ പോസിറ്റിവിറ്റി എന്താണെന്ന്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്ത് മെന്റൽ ഹെൽത്തിന് ബെസ്റ്റ് ആണ്. തീർച്ചയായിട്ടും യോഗ എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും നമുക്ക് മെന്റൽ ഹെൽത്തും ഫിസിക്കൽ രണ്ടും ഒരുമിച്ച് വരുന്ന ഒരു ട്രെയിനിങ് പ്രോസസ് വേറെ ഒന്നിനുമില്ല. ബാക്കിയെല്ലാം ചിലപ്പോൾ ഒന്നിനും ഫിസിക്കലിനായിരിക്കും, ചിലപ്പോൾ ഒന്നിനും മെന്റലിനായിരിക്കും. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുന്നത് യോഗയ്ക്കുള്ളതുകൊണ്ടാണ് യോഗയുടെ പോസിറ്റിവിറ്റി. ഇപ്പൊ നമ്മുടെ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ടൈറ്റിൽ ചെറിയുടെ ആൺമക്കൾ എന്ന് പറഞ്ഞ ടൈറ്റിലാണ്. പെട്ടെന്ന് നമ്മൾ നോട്ട് ചെയ്യും, കാരണം ഇതേപോലെ ഒരു ടൈറ്റില് നാരായണിയുടെ അപ്പൊ അതായിട്ട് കണക്ഷൻ ഉണ്ടോന്ന് കണക്ഷൻ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയാണ് ശരിക്കും ആദ്യം എഴുതി രജിസ്റ്റർ ചെയ്തത്, ടൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് വെച്ചിരുന്നത് ഡയറക്ടർ. പക്ഷെ പുള്ളിക്ക് പല കാരണങ്ങൾ കൊണ്ട് ഓരോരോ സമയത്തും ചെയ്ത് ഷൂട്ട് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ നീണ്ടു പോയി. അതിനിടയിൽ നാരായണന്റെ ആൺമക്കൾ വന്നതും അപ്പോൾ സ്വാഭാവികമായിട്ടും ഡയറക്ടർക്ക് ടെൻഷൻ വന്നിരുന്നു. കാരണം നമ്മുടെ പടത്തിന്റെ ഇതായിട്ട് പിന്നെ പുള്ളി ആലോചിച്ചപ്പോൾ ഓൾറെഡി ജനങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന ഒരു ടൈറ്റിലാണല്ലോ. നമ്മൾ ടൈറ്റിൽ പ്രസന്റ് ചെയ്യുമ്പോഴേക്കും ആ ടൈറ്റിലിന് അറ്റൻഷൻ കൂടെ കിട്ടും. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിന്തിച്ചില്ലേ നാരായണന്റെ ആൺമക്കളും ജെറിയുടെ ആൺമക്കളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചില്ലേ? ആ ഒരു പോസിറ്റിവിറ്റി നമുക്ക് കിട്ടിയല്ലോ. അതെ, ഇതില് ശരിക്കും പറഞ്ഞാൽ ജെറിക്ക് 2 ആൺമക്കൾ അങ്ങനത്തെ ഒരു രീതിയിലാണ്. 2 ആൺമക്കള് ആണ് ജെറിയുടെ ആൺമക്കളാണ്. ഇതില് ജെറിയുടെ ആൺമക്കളുടെ പ്രത്യേകത ഈ വിദേശത്തായിരിക്കുന്ന സമയത്ത് ഡെയിലി രാത്രി വിളിച്ച് വീഡിയോ കോൾ ചെയ്തിട്ട് അമ്മയുടെ ലെഫ്റ്റും റൈറ്റും ഒരു പ്രൊട്ടക്ടറെ പോലെ ഒരു കിടക്കണമെന്ന് ആണ് അപ്പൻ മക്കളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് അല്ലേ. അപ്പൊ ഡെയിലി രാത്രി വിളിച്ച് വീഡിയോ കോളിൽ ചോദിക്കും അമ്മയുടെ ഇടത് സൈഡും വലത് സൈഡാണോ കിടക്കുന്നത്, അത് ഉറപ്പിച്ചിട്ടാണ് ജെറി ഉറങ്ങുന്നത് പോലും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു പ്രൊട്ടക്ടറാണ് 2 ആൺമക്കൾ. അപ്പോൾ ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് ഒരു 5 വർഷം കഴിഞ്ഞോ 4 വർഷം കഴിഞ്ഞോ തിരിച്ചു വരുന്ന ജെറിക്ക് പിള്ളേർക്ക് അച്ഛനൊരു സ്ട്രേഞ്ചർ മാത്രമാണ്. അപ്പോഴും അമ്മയുടെ അടുത്തിരിക്കുമ്പം പിള്ളേർക്ക് വിചാരിക്കുന്നത് ഒരു സ്ട്രേഞ്ചർ ഇരിക്കുന്നതുകൊണ്ട് പിള്ളേർ മാറ്റിക്കളയും. ഇപ്പൊ ശരിക്കും ഇപ്പോഴത്തെ കാലത്ത് ഇവൻ ഈ പ്രവാസി അങ്ങനത്തെ ഒരു അല്ലെങ്കിൽ അബ്രോഡ് പോകുന്ന ഒരു ഇഷ്യൂ അല്ലാണ്ടും പാരന്റ്സ് തമ്മിൽ കുറച്ച് മക്കളും പാരന്റ്സ് തമ്മിൽ അല്ലാണ്ടും കുറച്ച് ഗ്യാപ്പ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അത് സ്വാഭാവികമായിട്ടും അത് ഓരോ ജനറേഷനിൽ വരുന്ന ഒരു വ്യത്യാസമാണ്. കാരണം ഇപ്പോൾ നമുക്ക് IT മേഖല വിവര സാങ്കേതികത ഭയങ്കര കൂടുതലായിരുന്നു തന്നെ അവർക്ക് വേറൊരാളെ ഡിപ്പെൻഡ് ആയിട്ട കാര്യമില്ല. സ്വന്തം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു മൊബൈൽ ഫോണിന്റെ സ്പേസ് മതി. അപ്പൊ സ്വാഭാവികമായിട്ടും സംശയങ്ങൾ ചോദിക്കാൻ അമ്മയുടെ അടുത്തോ അച്ഛൻ്റെ അടുത്തോ പോകേണ്ട കാര്യമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ന് AI വരെ ഉണ്ട്.
അപ്പൊ സ്വാഭാവികമായിട്ട് ഇൻഡിപെൻഡന്റ് ആവുന്നത് നേരത്തെ തന്നെ ആവും. അപ്പൊ അതിൽ നമ്മൾ ഇന്ത്യൻ കൾച്ചർ വെച്ചിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞ സാധനം അത് സ്ലോ പ്രോസസ്സാണ്. അത് എപ്പോഴും നമ്മുടെ ആ കൾച്ചറായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അത് സമയം എടുക്കും, സ്വാഭാവികമായിട്ട് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. കാരണം വേറെ മാർഗ്ഗമില്ല. ദർ ഇസ് നോ പ്ലാൻ ബി. അപ്പോൾ ഇപ്പൊ ആക്ടിംഗിൽ PhD എടുത്ത ഒരാളെന്ന നിലയിൽ ഞാൻ ചോദിക്കണം, നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഈ നാച്ചുറൽ ആക്ടിങ്ങും മെത്തേഡ് ആക്ടിങ് എന്ന് പറഞ്ഞിട്ടും, ഇതിപ്പോ നമ്മുടെ മലയാളം ഇൻഡസ്ട്രി തന്നെ പല ആക്ടേഴ്സിനും തമ്മിലും കമ്പയർ ചെയ്യാറ്. ഒരാൾക്ക് നാച്ചുറൽ ആക്ടിങ് ആണ്, ഒരാൾക്ക് മെത്തേഡ് ആക്ടിങ് ആണ്. ശരിക്കും അങ്ങനത്തെ ഒരു പ്രോസസ്സിങ് ഉണ്ടോ? ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പോൾ നാച്ചുറൽ ആക്ടിങ് എന്ന് പറഞ്ഞ സാധനം അത് ആവശ്യപ്പെടുന്ന സ്ഥലത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. മെത്തേഡ് ആക്ടിങ് എന്നുള്ള സാധനം നമുക്ക് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ വടക്കൻ വീരകഥയിൽ മമ്മൂട്ടി ചെയ്ത പോലത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ നമുക്ക് നാച്ചുറൽ ആക്ടിങ് പിടിക്കാൻ പറ്റുമോ? ഇറ്റ്സ് ഡിമാൻഡ്സ്, സ്റ്റോറി ഡിമാൻഡ്സ്, ക്യാരക്ടർ ഡിമാൻഡ്സ്. അപ്പൊ അതനുസരിച്ച് നമ്മൾ ഓരോ ഭാഗത്തും പ്ലേസ് ചെയ്യാൻ പറ്റണം. അപ്പൊ അത് മെത്തേഡ് ആക്ടിങ് എന്നോ അല്ലെങ്കിൽ നാച്ചുറൽ ആക്ടിങ് എന്നുള്ള വേർതിരിവ് വേണ്ട. ആ സബ്ജക്റ്റ്, ആ ക്യാരക്ടർ ഏത് സ്റ്റൈലിൽ ഡിമാൻഡ് ചെയ്യുന്നു അത് കൊടുക്കാൻ ഒരു ആക്ടർ ബാധ്യസ്ഥനായിരിക്കണം എന്നേ പറയുന്നു. അതിപ്പോ ചിലപ്പോൾ ഡയറക്ടർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ മോർ ബിഹേവ്, എനിക്ക് അതിനകത്ത് സ്ട്രെസ് വേണ്ട, എക്സാജറേഷൻ വേണ്ട, അല്ലെങ്കിൽ എക്സ്പ്രഷൻസിന്റെ കൂടുതൽ വേണ്ട, അല്ലെങ്കിൽ അത് കൊടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചില സീനുകളിൽ നമ്മൾ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. ചില സ്ഥലത്ത് വേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പൊ ഡയറക്ടർ ഡിമാൻഡ് ചെയ്യും, അപ്പൊ കൊടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ അത് ചിലരുടെ സ്റ്റൈലുകൾ ഉണ്ടായി വരാം. സ്വാഭാവികമായിട്ടും ചിലർക്ക് ആക്ടിങ് ക്യാരക്ടറിനെ ക്യാരി ചെയ്യുന്നത് ചിലപ്പോൾ ഒരു പ്ലസ് പോയിന്റിലായിരിക്കും ചിലർ ക്യാരി ചെയ്യുന്നത്. ചിലർ 2 സ്റ്റെപ്പ് അണ്ടറിലായിരിക്കും ക്യാരി ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഈ അണ്ടർ ഓവറിൽ ക്യാരി ചെയ്യുന്നതിന്റെ മെത്തേഡ് അനുസരിച്ച് അയാളുടെ സ്റ്റൈൽ ഉണ്ടായി വരാം. ഇപ്പൊ കോട്ടയം പ്രദീപ് എന്ന് പറഞ്ഞിട്ട് നടനം, അദ്ദേഹത്തിന്റെ ആദ്യ സിനിമകൾ കാണുന്ന പോലെയല്ല പിന്നത്തെ സിനിമകൾ. പക്ഷെ അദ്ദേഹത്തിന്റെ സ്റ്റൈലിന് മാറ്റമൊന്നും വന്നില്ല. അപ്പൊ സംഭവം എന്താണ്, ഓഡിയൻസിന്റെ മൈൻഡാണ് ചേഞ്ച് ആയത്. അദ്ദേഹത്തിന്റെ സ്റ്റൈലിലേക്ക് ഓഡിയൻസ് പ്രിപ്പയർ ആയതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോരുത്തരുടെ സ്റ്റൈല്, ആ സ്റ്റൈലിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ്. അത് നാച്ചുറൽ ആണെന്നോ അല്ലെങ്കിൽ മെത്തേഡാണോ. ഓക്കെ. അപ്പൊ ഇപ്പൊ നിങ്ങളാണെങ്കിലും തമിഴിലും അഭിനയിച്ചിട്ടുണ്ട്, മലയാളത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഏറ്റവും ഈ ആക്ടിംഗ് വൈസ് വരുമ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് തോന്നിയാണ്? അല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഡിഫറൻസ് വരുന്നത് ഡിമാൻഡാണ്, ഡയറക്ടറുടെ ഡിമാൻഡാണ്. എനിക്ക് ആക്ടിങ്ങിൽ വ്യത്യാസം തോന്നിയിട്ടില്ല. ഡയറക്ടർ പറയുന്നത് എനിക്ക് അതിൽ കുറച്ച് എക്സ്പ്രഷൻ കുറച്ച് കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കുന്നു. അയാൾ പറയുന്നത് നിങ്ങളുടെ എക്സ്പ്രഷൻ കുറച്ച് കൂടുതലാണ്, കുറച്ച് കുറയ്ക്കുക, അല്ലെങ്കിൽ മൈനസ് ചെയ്യുക, വീണ്ടും കുറച്ചുകൂടെ നാച്ചുറൽ ആവും എന്ന് പറഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് ചെയ്യുന്നു. ദാറ്റ്സ് ഇനഫ്. അപ്പം ഡിമാൻഡാണ്, ഡയറക്ടറുടെ ഏതാണോ ഏത് ലെവൽ ഓഫ് ഡിമാൻഡാണോ ആ ഡിമാൻഡാണ് ഇതിന്റെ ഇതെന്നുള്ളത്. അല്ലാതെ എനിക്കതിൽ വ്യത്യാസം തോന്നുന്നില്ല. ഞാനിതെല്ലാം കൊടുക്കാൻ തയ്യാറാണ്. അപ്പൊ ഈ നമ്മളിപ്പോ ആക്ടിങ്ങില് PhD എടുത്ത ഒരാളെന്ന നിലയിൽ നമ്മളിപ്പോ ഓഡിയൻസിനനുസരിച്ച്, ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ആക്ടിങ് ഡിമാൻഡ് ചെയ്യുന്നത് ഓഡിയൻസിനനുസരിച്ച് മാറുന്നു. ഇപ്പം നമ്മുടെ പണ്ടത്തെ ഓഡിയൻസ് ഡിമാൻഡ് ചെയ്യുന്നത് ഇപ്പോഴത്തെ ഓഡിയൻസ് വരുന്നു. അപ്പൊ ഈ പഠിക്കുന്ന ഇതിലും അതിന്റെ അനുസരിച്ചിട്ട് നിങ്ങളുടെ സിലബസും മാറാറുണ്ടോ? സിലബസ് മാറുന്നില്ല. സിലബസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു കരിക്കുലം ഉണ്ടാക്കാൻ ഒരു സിലബസ് അത് ചിലപ്പോൾ റിഫൈൻ ചെയ്യും. ഓരോ വർഷവും അല്ലെങ്കിൽ 2 വർഷത്തിലേക്ക് നമ്മളത് മാറ്റും. അത് മാറ്റുന്നത് എന്താണ്, പുതിയ രീതിയിൽ ആഡ് ചെയ്യുന്നതാണ്. അത് അതിനകത്ത് സംഭവിക്കുന്നുണ്ട്. സ്വാഭാവികമായ റിഫോർമേഷൻസ് ഓരോ സിലബസിലും സംഭവിക്കുന്നുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞിട്ട് അത് കോൺസ്റ്റന്റ് അല്ല, അത് മാറുന്നുണ്ട്. ഡെഫിനറ്റ്ലി മാറണം. മാറും. കാരണം ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് മീഡിയാസ് ഉണ്ട്, ഒരുപാട് മീഡിയാസ് ഉണ്ട്. പണ്ട് നാടകം മാത്രമേ ഉള്ളൂ. ഇപ്പൊ KPSCയുടെ ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടകം മാത്രമുള്ള സമയം. അന്ന് സിനിമയ്ക്ക് പോലും അത്രയും സജീവതയില്ല. പിന്നെ സിനിമ വന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ആ തിയേറ്റർ ആക്ടിങ് എന്നുള്ള നാടക അഭിനയം എന്നുള്ളത് സിനിമയിലേക്ക് മാറി. പിന്നെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ, ഇപ്പൊ എല്ലാവരും ആക്ടേഴ്സ് അല്ലേ, വീഡിയോകളിൽ റീൽസ് ചെയ്യുന്നതാണ് പുതിയ ട്രെൻഡ്. അപ്പൊ എല്ലാവരും ആക്ടേഴ്സാണ്. അപ്പൊ അവർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അവർ ജഡ്ജ് ചെയ്യുന്നില്ല, അവർ കൊടുക്കുകയാണ്. ജനം തീരുമാനിക്കട്ടെ നിങ്ങൾ ഞാൻ ചെയ്യുന്നത് ശരിയാണോ ഇല്ല എന്നുള്ള കാര്യം. അപ്പൊ അവരെന്താ ചിന്തിക്കുന്നത്, ഈ പെർഫോമൻസ് ചിന്തിക്കുന്നത് എന്താ, ഐ ആം റൈറ്റ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ട്രെൻഡിലേക്ക് ആക്ടിങ്ങിന്റെ പാറ്റേൺ മാറും. ഈ തിയേറ്ററിലായിട്ടും നിങ്ങൾ ചെയ്യാറുണ്ടായിരുന്നല്ലോ. അപ്പൊ തിയേറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഡ്രാമാസ് എന്ന് പറയുന്നത് ഒരു കാലത്ത് പല റെവല്യൂഷൻസ് ഉണ്ടാക്കിയ സംഭവമാണ്. പക്ഷെ അതിന്റെ ഇപ്പോ ഉണ്ടെങ്കിലും ആ പണ്ടത്തെ ഒരു ഇമ്പാക്ട് കുറഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ നമ്മള് STD ബൂത്ത് എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ ഉണ്ടോ? കാരണം എല്ലാവരുടെ പേഴ്സണൽ ഫോൺസ് വന്നു. അപ്പൊ STD ബൂത്തിന്റെ റെലവൻസ് കുറഞ്ഞു. അതെന്നും പറഞ്ഞുകൊണ്ട് STD ബൂത്ത് മോശമാണെന്നോ അല്ലെങ്കിൽ STD ബൂത്ത് ഉണ്ട് ആ കാലഘട്ടത്തിന് പറഞ്ഞില്ലേ, ആ കാലഘട്ടത്തിൽ തിയേറ്റർ ആവശ്യമുണ്ടായിരുന്നു. ആ ഒരു റിഫോർമേഷൻ തിയേറ്ററിലൂടെ നടന്നു. ആ തിയേറ്ററിന്റെ കാലം കുറച്ച് ചിലപ്പോൾ ഇതിങ്ങനെ ഡിമിനിഷ് ചെയ്ത് കുറേശ്ശെ കുറഞ്ഞു വരുന്നുണ്ടാവാം. സ്വാഭാവികമായിട്ടും പുതിയത് അതിന് സ്റ്റൈൽ ഓഫ് പ്രൊഡക്ഷൻസിന്റെ സ്റ്റൈൽ മാറും,
അപ്പൊ സ്റ്റൈലുകൾ മാറുമ്പോഴേക്കും വീണ്ടും ഓഡിയൻസ് വന്നു തുടങ്ങും. അപ്പം പഴയ സ്റ്റൈലിലുള്ള പെർഫോമൻസ് ഇന്ന് പുതിയ സ്റ്റൈൽ സാങ്കേതികത ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പുതിയ പ്രൊഡക്ഷൻസ് വരും. അപ്പൊ സ്വാഭാവികമായിട്ട് ആൾക്കാർ അതിനനുസരിച്ചിട്ട് വരും. അപ്പൊ പക്ഷെ ഡ്രാമ എന്ന് പറയുന്നത് എന്നും നമുക്കൊരു പ്യുവർ ആയിട്ടുള്ള ഒരു ആർട്ട് ഫോം ആണല്ലോ. അപ്പൊ ആ ആർട്ട് ഫോം ഒരിക്കലും ഇല്ലാണ്ട് അങ്ങനെ മരിക്കില്ല. എപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞത് റീഫോർമേഷൻ സംഭവിക്കും. അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്, ഡെഫിനറ്റ്ലി ആവശ്യമാണ്. അത് നമ്മൾ പറഞ്ഞില്ലേ സിഡി ബൂത്ത് പോലെ റീഫോർമേഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിക്കേഷൻ നടക്കാതിരിക്കുന്നില്ല. ആ ബേസിക് കോർ അവിടെ കിടക്കുന്നുണ്ട്, അതിന്റെ ഈസിയസ്റ്റ് വേയിലേക്ക് പോകും. ഓക്കെ, അപ്പൊ ഇനി വരാനിരിക്കുന്ന പ്രോജക്ട്സിനെ പറ്റി പറയാം. ഞാൻ ഫുൾ ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്റെ ചെറിയ ആൺമക്കളിലാണ്. കാരണം ഞാൻ പറഞ്ഞാൽ ഒരുപക്ഷെ എന്റെ പ്രോജക്റ്റിനോടുള്ള ഓവറായിട്ടുള്ള സെന്റിമെന്റ്സ് ആണെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് തോന്നാം. പക്ഷെ ഞാൻ പറയുകയാണ്, ഏതൊരു നടനും മോഹിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഞാനിത് ഡെഫിനറ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഈ സിനിമ ഒരു നടനാണ് കാണുന്നതെങ്കിൽ, റെപ്യൂട്ടഡ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള ഹൈലി പ്രൊഫൈലുള്ള ഒരു ആക്ടറാണ് കാണുന്നതെങ്കിൽ, അയാൾ പറയും ഇതുപോലത്തെ ഒരു ക്യാരക്ടറിനെ തേടി എൻ്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ എന്നാലോചിച്ച് പോകുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ക്യാരക്ടറിന്റെ ഗ്രോത്ത് എന്താണെന്നും അത് ജനങ്ങൾ എത്രത്തോളം സ്വീകരിക്കുന്നുള്ളത് അറിയാനുള്ള ആകാംക്ഷ കാരണം ഞാനിപ്പോ ഇതിനോടൊപ്പം ട്രാവൽ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മുടെ സിനിമയാണെങ്കിലും സെപ്റ്റംബർ 19 റിലീസിന് റെഡി ആയിട്ടിരിക്കും. എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ ഒരു ഇമോഷണൽ ട്രാവലിംഗ് എന്ന് പറഞ്ഞ സാധനമാണ്. ഈ സിനിമ ഒരിക്കലും ഒരു ടാഗ് ലൈനിൽ നിർത്താൻ പറ്റുന്ന ഒരു സീരിയസ് മൂവിയെന്നോ അല്ലെങ്കിൽ ഒരു കോമഡി മൂവിയെന്നോ അങ്ങനെ പറയാൻ പറ്റില്ല. ഇതെല്ലാം ഉണ്ട്. ഒരു ഹ്യൂമൻ ബീങ് ഏതൊക്കെ എക്സ്പ്രഷൻസ് ആസ്വദിക്കുന്നുണ്ടോ ആ എക്സ്പ്രഷൻസ് എല്ലാം ജനിക്കുന്നുണ്ട്. ആ എക്സ്പ്രഷൻസിന്റെ ട്രാവലാണ് ഈ സിനിമ. ഈ ട്രാവലിൽ നിങ്ങളും ഭാഗമായാൽ നമുക്ക് വളരെയധികം സന്തോഷം. കാരണം ഇതുപോലത്തെ സിനിമകൾ ഇനിയും വരും. വേറെ ഒരുപാട് ഫിലിം മേക്കേഴ്സിന് ഇങ്ങനെയുള്ള ജോണറിലുള്ള സിനിമകൾ എടുക്കാനുള്ള താല്പര്യം വരും. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ 10 പേരെടുത്ത് പറയൂ, കണ്ടിട്ട് കാണാൻ പറയും. കാരണം നമുക്കിതിൽ സെല്ലിംഗ് മെറ്റീരിയൽ ആയിട്ട് ഒരു സ്റ്റാർഡം ഒന്നുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെ കണ്ടന്റ് ആണ് നമ്മുടെ സെല്ലിംഗ് മെറ്റീരിയൽ. നിങ്ങൾ ആദ്യ ദിവസം കാണൂ, ഏറ്റവും ആദ്യം കാണൂ. ചിലപ്പോൾ തിയേറ്ററിൽ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം തന്നെ സിനിമകൾ കാണണം. സിനിമ കണ്ടിട്ട് നിങ്ങൾ 10 പേരെടുത്ത് പറയൂ. മോശമാണെങ്കിലും നല്ലതാണെങ്കിലും പറയൂ. നമ്മുടെ ഒരു പരീക്ഷണം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് നമുക്ക് തരൂ, സപ്പോർട്ട് തരൂ. പറഞ്ഞ പോലെ തന്നെ സിനിമ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളും ഒരുപാട് ക്യാരക്ടേഴ്സ്, പല ടൈപ്പ് ക്യാരക്ടേഴ്സിൽ നമ്മുടെ മുന്നിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.